ഇതുവരെ ഞങ്ങൾ പ്രതിപക്ഷം പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇനി പ്രതിപക്ഷമല്ല ഞങ്ങളുടെ ലക്ഷ്യം. പ്രതിപക്ഷമായി ഭരണപക്ഷമാവുക എന്നുള്ളതല്ല, നേരിട്ട് ഭരണപക്ഷത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഓരോ 5 വർഷവും കേരളത്തിന് ആവശ്യമായ വികസന പത്രിക ഞങ്ങൾ ഇറക്കും. ഇത് പറയുമ്പോഴും 8000 എന്ന് മറ്റുള്ളവർ പറയുന്നു, 3000 എന്ന് BJP പറയുന്നു. സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും BJP പറയുന്ന മറ്റൊരു അവകാശവാദം, ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇലക്ഷൻ മത്സരിപ്പിച്ചിരിക്കുന്നത് BJP ആണ്. അത് കഴിഞ്ഞ CPM, പിന്നെ കോൺഗ്രസ് ആണ്. സിംഗിൾ പാർട്ടി, ബാക്കിയെല്ലാം മുന്നണിയാണല്ലോ. അപ്പോൾ മുന്നണി വരുമ്പോൾ ഒരു സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മത്സരിപ്പിച്ചിരിക്കുന്നത് BJP ആണെന്നുള്ള വാദം BJP മുമ്പോട്ട് വെച്ച് കൗണ്ടർ അടിച്ചിട്ടുണ്ട്. പക്ഷെ കൗണ്ടർ അടിക്കുമ്പോഴും കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് കാൻഡിഡേറ്റ് ഇല്ല. കാൻഡിഡേറ്റ് പോലും നിർത്താൻ പോലും ആളില്ല എന്നുള്ളത് ഗൗരവമായി BJP ആലോചിക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ BJP ചിന്തിക്കേണ്ട വിഷയം, ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെയും സ്വാധീനിച്ചു കൊണ്ടല്ലാതെ കേരളത്തിൽ BJPക്ക് വളർന്നു കയറാൻ കഴിയില്ല. അതിനുള്ള സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം.